ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ ഫിസിക്കൽ ബോഡിയിലുള്ള പെയിൻസ് വരിക എന്ന് പറയുന്നത് ഈ ജേർണിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ കാരണം കമൻസിൽ പലരും പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് പല ബോഡി പാർട്സിലുള്ള സെൻസേഷൻ്റെ മീനിങ്, പല ബോഡി പാർട്സിലുള്ള പെയിനിൻ്റെ ഒക്കെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോമൺ ആയിട്ടൊരു വീഡിയോ ഇടുകയാണ്. ഫിസിക്കൽ ബോഡി പെയിനിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഓവറോളായിട്ട് പറയുമ്പോൾ അസെൻഷനിൽ വരുമ്പോൾ ആക്ച്വലി നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലും ഒത്തിരി ചേഞ്ചസ് വരാറുണ്ട്. കാരണം എനർജറ്റിക് വേയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫിസിക്കൽ ബോഡിയിൽ ആ ഒരു എനർജറ്റിക് റിഫ്ലക്ഷൻ വരുമ്പോൾ നമ്മളൊക്കെയും കേൾക്കാറുണ്ട്, DNA റീപ്രോഗ്രാമിംഗ് നടന്നു, DNA അപ്ഗ്രേഡായി എന്നൊക്കെ പറയും. സോ എന്താണ് ആക്ച്വലി ഇത് എന്ന് മനസ്സിലാക്കുമ്പോൾ, സപ്രസ് ചെയ്ത ഇമോഷൻസ് സ്റ്റോറായിട്ട് കിടക്കുന്നത് നമ്മുടെ ഇമോഷണൽ വേയിലുള്ള ആ ഒരു സപ്രഷൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലാണ്, നാഡീവ്യൂഹത്തിലാണ് ഫിസിക്കൽ ബോഡിയിൽ റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ ഇന്നർ ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഒരു ഇഷ്യൂ ആയിരിക്കും ഏറ്റവും കൂടുതൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ അബാൻമെൻറ്റ് ഇഷ്യൂസ് കാണും. അബാൻമെൻറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളുടെ ലോവർ ബാക്കിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ട് ചക്രയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സേക്രൽ ചക്രയുടെ ഭാഗത്തൊക്കെയും ആയിരിക്കും. അപ്പോൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് നിങ്ങൾ എനർജറ്റിക്കലി വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഇഷ്യൂസ് എവിടെയൊക്കെയാണോ നെർവസ് സിസ്റ്റത്തിൽ കിടക്കുന്നത് അത് സർഫേസിൽ വരാൻ തുടങ്ങും. അതായത് ആ സർഫേസിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പെയിൻ നമ്മൾ ഫീലാകും. പെയിൻ ഫീലാകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഹീൽഡ് അല്ല, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ ഉള്ളത്. അങ്ങനെയല്ലത്. ആക്ച്വലി ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വെളിച്ചം വീശുമ്പോൾ, നമ്മൾ അവിടേക്കൊരു കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ, ആ ഒരു കാര്യത്തെ ഇൻറ്റൻഷനലി നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഇവിടെയും അതിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾസ് നെർവസ് സിസ്റ്റത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെയും സർഫേസിൽ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ബോഡിയിൽ പല ഭാഗത്തും പെയിൻ വരുന്നത്. അപ്പോൾ ഈ പെയിനിനെ എങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റും? നെർവസ് സിസ്റ്റത്തിലുള്ള ഈ ഒരു ഇമോഷൻസ്, സപ്രസ്ഡ് ഇമോഷൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യാം. എന്നാൽ ഈ ഒരു ഇഷ്യൂസിനെ എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കോൺഷ്യസ് മൈൻഡോടെയാണ്. അതായത് നമ്മൾ ബോധപൂർവം എടുക്കുന്ന സ്റ്റെപ്സിലൂടെയാണ് നമുക്കിത് ഹീൽ ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ ഒരു മെഷീൻ പോലെ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എനർജറ്റിക്കലി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ. അതായത് അവേക്കനിങ്ങിൻ്റെ ബിഫോർ നമ്മൾ ഒരു ടൈം ടേബിളിൻ്റെ ഒക്കെ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇവിടേക്ക് വരുമ്പം ടൈം എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായി. അതായത് അവേക്കനിങ്ങിൽ വരുമ്പം, സ്പിരിച്വാലിറ്റിയിൽ വരുമ്പം അതിൻ്റെ മീനിങ് നമ്മൾ ടൈമിന് വാല്യൂ കൊടുക്കരുതെന്നല്ല. ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഒരു കാര്യത്തെയും നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ബോഡിക്ക് ഒരു സ്പേസ് വേണമെങ്കിൽ, ഒരു റെസ്റ്റ് വേണമെങ്കിൽ അത് കൊടുക്കണം. രണ്ടാമത്തേത്, ഏതൊരു ബ്രീത്തിങ് എക്സസൈസും നിങ്ങൾക്ക് ഈ ഒരു പെയിനിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇതിനു മുമ്പ് പറഞ്ഞ അബാൻമെൻറ്റ് ഇഷ്യൂസിന് വേണ്ടി നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഹാർട്ട് ചക്രയിൽ പെയിൻ ഫീലായി എന്ന് വിചാരിക്കുക. ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ ഈ പെയിൻ കൂടുതലായിട്ട് ഫീലാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് ആ പെയിൻ ഉള്ളിടത്തേക്ക് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതായത് ഡീപ്പായിട്ട് ആ പെയിനിലേക്ക് കണക്റ്റ് ആവുക. ആ പെയിനിന് എന്താണ് വേണ്ടത്, ആക്ച്വലി അവിടെ ഒരു അതായത് ആ പെയിനിനെ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് ശ്രദ്ധിച്ചു, അവിടെ അങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ ബോഡി തന്നെത്താനെ റിലീസ് ചെയ്തോളും. അതായത് നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് സ്വയം ഹീലാവാനുള്ളൊരു കഴിവും കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു കഴിവിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ബ്രീത്ത്, നമ്മളുടെ ശ്വാസത്തിലൂടെ ആയിരിക്കും നമ്മളവിടേക്ക് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു 5 to 10 minutes കൂടിയാൽ നമ്മൾക്ക് എടുക്കും ആ ഒരു സമയം.
ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഡീപ്പായിട്ട് ആ പെയിനിനെ ഫീലാകുമ്പം ചിലപ്പം നമ്മൾക്ക് ഇമോഷൻസ് വരും. നമുക്ക് ആ ഒരു 10 വർഷം മുമ്പ് നടന്ന ഏതെങ്കിലും ഒരു ചെറിയ ഇൻസിഡൻ്റ് ആയിരിക്കും, അത് നമ്മളുടെ മുമ്പിലേക്ക് നമുക്ക് ഫീലാകാൻ പറ്റും, നമ്മൾക്ക് വിഷ്വലൈസേഷനിൽ വരും. അവിടെ അന്ന് സപ്രസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് അതൊരു പെയിനായിട്ട് സർഫേസിൽ വരും, കരച്ചിലായിട്ട് വരും. അതിനൊക്കെ ഫീലായിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു ബോഡിയിൽ ഞാൻ സേഫാണ്, എൻ്റെ ബോഡിയിൽ ഞാൻ സേഫാണ് എന്നുള്ള ഒരു ഇൻറ്റൻഷൻ, ഒരു അഫ്രമേഷൻ നമ്മൾ പതിയെ പറയുമ്പോൾ ഇതൊറ്റയടിക്ക് നമ്മൾ ഹീലായി പെട്ടെന്ന് കഴിയുമെന്നല്ല പറയുന്നത്. പതിയെ 1, 2, 3 ദിവസം ആ ഒരു പെയിനിൻ്റെ കൂടെ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ആ പെയിൻ ഹീലാകുന്നതാണ്. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡ് പെയിൻ ആണെങ്കിൽ, ലെഫ്റ്റ് ബോഡി സൈഡ് ആണെങ്കിൽ നമ്മുടെ ഫെമിനൈൻ എനർജി സപ്രസ്ഡ് ആയതുകൊണ്ടായിരിക്കും. റൈറ്റ് ബോഡി സൈഡ് പെയിൻ ആണെങ്കിൽ നമ്മുടെ മസ്കുലൈൻ എനർജി സപ്രസ്ഡ് ആയതുകൊണ്ടായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതായത് ഓരോ ബോഡി പാർട്സിൻ്റെയും പെയിനിൻ്റെ ഓരോ മീനിങ്സ് ആയിരിക്കും. അത് പറ്റുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്നാൽ ഏതൊരു പെയിനിനെയും അങ്ങനെ ഓരോ മൈക്രോ കാറ്റഗറൈസേഷനിലേക്ക് കൊണ്ടുവരാണ്ട് ഏതാണെങ്കിലും അതെൻ്റെ പെയിനാണ്, ഞാനതിനെ റിലീസ് ചെയ്യാനുള്ള കാര്യമാണ് ഇപ്പോൾ സർഫേസിൽ വന്നതെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ചെറിയ ടെക്നിക്കിലൂടെ നമ്മൾക്കതിനെ റിലീസ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടൻറ്റ്. പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ലാമാഫേറയുടെ ക്ലാസ്സസ് തുടങ്ങുന്നതാണ്. അതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള, ആക്ച്വലി ലാമാഫേറ എന്താണെന്നുള്ള കണ്ടൻറ്റും പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ക്രിസ്റ്റൽ ഹീലിങ്ങും ഇന്നർ ചൈൽഡ് ഹീലേഴ്സിൻ്റെ ഒരു കോഴ്സും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ടിസിപ്പേഷൻ ഇൻഡ്യൂട്ടീവ്ലി തോന്നുകയാണെങ്കിൽ അവർക്കും വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.